കടുത്ത വേനൽ എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ കർഷകരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കേട്ടോ. വലിയ രീതിയിലുള്ള കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും ഇടുക്കിയിൽ നിന്നൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഏലവും തെങ്ങും എന്ന് വേണ്ട ഇത്തരത്തിൽ കൃഷി മൊത്തം നശിച്ചു പോകുന്ന പല സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ സംഘം ഏതായാലും വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. ഇടുക്കിയിലെ ഏലം, കുരുമുളക് ഉൾപ്പെടെയുള്ള കൃഷികൾക്ക് വൻ നാശമുണ്ടായെന്നാണ് വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്. ഏലം മേഖലയ്ക്കാണ് ഏറ്റവും അധികം തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. കത്തിനിന്ന വേനൽ ചൂടിൽ ഇടുക്കി ജില്ലയിൽ നൂറുകണക്കിന് ഏക്കർ കൃഷിനാശമാണ് ഉണ്ടായത്. പല ജില്ലകളിലും കൃഷിനാശം ഉണ്ടായതിനെ തുടർന്നാണ് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് പഠനം നടത്താൻ കൃഷിവകുപ്പ് മന്ത്രി നിർദ്ദേശിച്ചത്. ഇടുക്കിയിൽ ജില്ലാ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ കൃഷിവകുപ്പിലെയും കാർഷിക സർവകലാശാലയിലെയും ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. കർഷകരെ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ടെന്നും വിശദമായ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്നും വിദഗ്ധ സംഘം വ്യക്തമാക്കി. നഷ്ടത്തിൻ്റെ തോത് വളരെ വിപുലമാണ്. നമ്മൾ ഒരു ഫീൽഡിൽ ചെന്നാൽ നമുക്ക് പച്ചപ്പോടെ നിൽക്കുന്ന ഒരു ചെടി പോലും കാണാൻ മേലാത്തൊരു അവസ്ഥയിൽ വളരെ ഭീതിദയമായ ഒരു നാശനഷ്ടം തന്നെയാണ് നേരിട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത്. വേനൽ ചൂടിൽ ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായത് ഏലം മേഖലയ്ക്കാണ്. റീപ്ലാന്റ് ചെയ്യാൻ തൈകൾ പോലും ഇല്ലാത്ത സ്ഥിതിയുണ്ട്. എങ്ങനെ കരകയറുമെന്ന് അറിയില്ലെന്ന് കർഷകരും പറയുന്നു. കൃഷിയാണ് പ്രധാന ഉപജീവനം. അപ്പം അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇനി അത് വീണ്ടും ഇത് തന്നെ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് രക്ഷ. പറ്റുന്ന പോലെ ചെയ്യുക. സർക്കാർ സഹായം എന്തെങ്കിലും കിട്ടിയാൽ അതും കൂടെ കൂട്ടി വിനിയോഗിക്കാം. സാമ്പത്തികമാണ് ഏറ്റവും പ്രധാനം. ഏലകൃഷിയെ ഇനി പുനരുജ്ജീവിപ്പിച്ച് വരിക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പൈസ മുടക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ചെടി ഇനി കയറ്റിക്കൊണ്ട് വരാൻ പറ്റുള്ളൂ. നിലവിലുള്ള അന്തരീക്ഷ ഊഷ്മാവിനേക്കാൾ ഉയർന്നതാണ് മണ്ണിലെ ഊഷ്മാവ്. 35 ഡിഗ്രിക്ക് മുകളിലുണ്ടാകുന്ന ചൂട് ഏലച്ചെടികൾക്ക് താങ്ങുവാൻ കഴിയില്ല. എന്നാൽ ഹൈറേഞ്ചിലെ മണ്ണിന്റെ ഊഷ്മാവ് ഇപ്പോൾ 48 ഡിഗ്രിക്ക് മുകളിലാണ്. ഇതുകൊണ്ട് തന്നെ ഏലച്ചെടികൾക്ക് എന്നല്ല മറ്റൊരു വിളകൾക്കും മണ്ണിൽ വേരുറപ്പിച്ച് നിൽക്കുവാൻ കഴിയില്ല. ഇതാണ് കൃഷിനാശം വ്യാപകമാകുവാൻ കാരണമെന്നതും വിദഗ്ധ സമിതിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഏലം കൃഷി പുനരാരംഭിക്കുന്നതിന് പുതിയ തൈകൾ പോലും ഇടുക്കിയിൽ ലഭ്യമല്ലാത്ത തരത്തിലാണ് വരൾച്ച ബാധിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ അടിയന്തര ഇടപെടലിൽ ഉയർത്തെഴുന്നേൽക്കാമെന്ന പ്രതീക്ഷയാണ് കർഷകർ പങ്കുവയ്ക്കുന്നത്. അതിനായി അവരുടെ കാത്തിരിപ്പും തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ട്.